ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ എന്നിവയിൽ ITI, BTech അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് ഒരേപോലെ അപ്ലൈ ചെയ്യാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഓപ്പറേറ്റർ തസ്തിക കേരള വാട്ടർ അതോറിറ്റിയിൽ. അപ്പോൾ ഈ ഒരു കേരള വാട്ടർ അതോറിറ്റിയിലെ ഓപ്പറേറ്റർ എക്സാംസ് ഇനി എന്ന് കണ്ടക്ട് ചെയ്യും, അതേപോലെ തന്നെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യപ്പെടുന്നത് ഒരുപാട് എൻക്വയറി സെൻറ്ററിൽ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്റർ തസ്തികയെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു എക്സാം, അതായത് കേരള വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്റർ തസ്തികയിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് 7/2/2023 അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടെക്നിക്കൽ എക്സാംസുകളിൽ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന് 3 വർഷത്തെ വാലിഡിറ്റിയാണ് വരാറുള്ളത്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7/2/2023 വിത്ത് എഫക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിലവിൽ 468 ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പോസ്റ്റിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയും ഒരുപാട് ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആയിട്ടില്ല. അപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയമാണ്, എന്നാൽ പിന്നെ നമുക്ക് അടുത്തൊരു എക്സാം അടുത്തൊന്നും പ്രതീക്ഷിക്കേണ്ടല്ലോ എന്ന ഒരു ചിന്തയായിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് 7/2/2023 അതായത് ഫെബ്രുവരി 7, 2023. 2024 ഫെബ്രുവരിയിലാകുന്ന സമയത്ത് അത് 1 വർഷം പൂർത്തീകരിക്കുകയാണ്. അതേപോലെ 2025 ഫെബ്രുവരിയിൽ എത്തുന്ന സമയത്ത് അത് 2 വർഷം പൂർത്തീകരിച്ചു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മെയ് മാസത്തിലാണ് അല്ലേ. 2026 ഫെബ്രുവരിയിൽ ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവും. വിച്ച് മീൻസ് പുതിയ റാങ്ക് ലിസ്റ്റിനുള്ള സാധ്യത ആ ഒരു ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ കേരള PSCയുടെ ഒരു പുതിയ ട്രെൻഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല എക്സാംസുകളിലും റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആകുന്നതിന് മുന്നേ വീണ്ടും എക്സാം വിളിക്കുകയും അതേപോലെ തന്നെ അതിൻ്റെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പുതിയൊരു റാങ്ക് ലിസ്റ്റ് വരുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാം എന്ന് പറയുന്നത് വീണ്ടും 2025 തന്നെ കണ്ടക്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അപ്പം നിലവിൽ ഞാൻ പറഞ്ഞു 468 പോസ്റ്റുകളിലേക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. ഇനിയും ഒരുപാട് പോസ്റ്റുകളിലേക്ക് വരാനിരിക്കുന്നുണ്ട്. അതായത് മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകൾക്കും ഇലക്ട്രിക്കലിലും ITI, BTech, ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഒരേപോലെ സാധ്യത നൽകുന്ന ഒരു എക്സാമാണ് ഓപ്പറേറ്റർ തസ്തിക എന്ന് പറയുന്നത്. എക്സാമിൻ്റെ ലെവൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഹൈ ലെവലൊന്നുമല്ല. ഒന്ന് കൃത്യമായിട്ട് ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സാം വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എക്സാമിൻ്റെ ലെവൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഹൈ ലെവലിലുള്ള ഒരു പോസ്റ്റ് എക്സാം അല്ല കണ്ടക്ട് ചെയ്യാറുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കേരള വാട്ടർ അതോറിറ്റിയിലെ ഓപ്പറേറ്റർ തസ്തികയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള എന്താ പറയുക എക്സാംസുകൾ നമ്മൾ തീർച്ചയായിട്ടും അറിയാതെ പോകരുത്. കാരണം ഇത്തരം എക്സാംസുകളൊക്കെ വരുന്ന സമയത്ത് അതിന് മുന്നേ തന്നെ നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു കോമ്പറ്റീഷനിൽ നമ്മൾ ഔട്ടായി പോകുന്ന സ്ഥിതി വിശേഷമാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളും ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളും ചിന്തിക്കുന്നത് ഇപ്പോൾ നമുക്ക് വലിയ അവസരങ്ങളൊന്നും വരുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ വരുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ ലഭിക്കുന്നതിന് വേണ്ടിയും കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.